കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും വാട്ടർ അതോറിറ്റിയുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപം. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തി. പല പ്രദേശങ്ങളിലും ജനങ്ങൾ കടുത്ത ദുരിതം അനുഭവിക്കുകയാണെന്ന് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി പറഞ്ഞു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. വടാട്ടുപാറ മേഖലയിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. പ്രാഥമികാവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത സ്ഥിതിയുമുണ്ട്. പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കാണാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കോതമംഗലത്ത് വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി പറഞ്ഞു. വടാട്ടുപാറ ഉൾപ്പെടെ കുട്ടമ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. നിരവധി പ്രാവശ്യം അധികാരികളുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഉൾപ്പെടെ പറഞ്ഞിട്ടും ഈ വേനൽക്കാലത്ത് അതിനുവേണ്ടിയുള്ള യാതൊരുവിധ മുൻകരുതലെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വടാട്ടുപാറയിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ചക്കിമേട് ഉൾപ്പെടെ ബിരാട് സിറ്റി, ദാമോദരംകുന്ന്, റോക്ക് ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം കൊണ്ട് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിരിക്കുക. അതുപോലെ കുട്ടമ്പുഴ പ്രദേശത്ത് മാമലക്കണ്ടത്തും പിണൂർക്കുടിയിലും പൂയംകുട്ടിയിലും ഉൾപ്പെടെ തട്ടേക്കാട് ഉൾപ്പെടെ കുടിവെള്ളം ലഭിക്കുന്നില്ല. അപ്പോൾ കൃത്യമായി ഇവർ പണം പിരിക്കാനായിട്ട് കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് എല്ലാ മാസവും കൃത്യമായിട്ട് വരും. അത് ആ നടപടിക്രമം പൂർത്തീകരിക്കും. പക്ഷേ ആളുകൾക്ക് ഈ വെള്ളം കൊടുക്കാനുള്ള ഒരു നടപടിയും ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോ അതിന് ബന്ധപ്പെട്ട അധികാരികളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നിലവിൽ പോകുന്ന പൈപ്പുകളെല്ലാം പൊളിഞ്ഞ് വെള്ളം പുറത്തോടെ പോകുന്ന സാഹചര്യമാണ്. അത് മെയിൻ്റനൻസ് കൃത്യമായി ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഈ വേനൽക്കാലത്ത് ആളുകൾക്ക് കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ കടുത്ത വേനൽക്ക് അതിന് മുൻകരുതലെടുക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൽദോസ് ബേബിക്കൊപ്പം മെമ്പർ കവിത ഗോപകുമാർ, ജോൺസൺ കാച്ചപ്പള്ളി, അഖിൽ ആന്റണി, നിക്സൺ, ഷിബു തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ജനങ്ങളുടെ ദുരിതം ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അവർ വിവരിച്ചു. ഒരു ചേട്ടൻ പറയാം, രാവിലെ ബാത്റൂമിൽ റാവണത്തോട്ടത്തിൽ പോയി എന്ന് പറഞ്ഞ അവസ്ഥ എന്നാ? ഏത് കാലഘട്ടത്തിലാണ്? 2026 ഈ കാലഘട്ടത്തിൽ അയാൾ എന്നോട് പറയാണ്, ഒരു സാധാരണക്കാരൻ പറയാണ്. ആര് സമാനം പറയും? ഒരു പരിധിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ജനങ്ങളോട് എന്ത് പറയും? നിങ്ങൾ പറയും, നിങ്ങളുടെ വൈരാഗ്യത്തിൻ്റെയോ ദേഷ്യത്തിൻ്റെ ഭാഗത്തൊന്നുമല്ല. ഇതൊരാൾ കേൾക്കണ്ടേ? ഇത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ കേൾക്കില്ല, വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇതിന് മുമ്പ് ചെയ്യേണ്ടത് അദ്ദേഹം ഫോൺ എടുക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു മാസം ഞങ്ങൾ പോയി എന്ന് വിചാരിക്കാം. ഇതിന്റെ ആവകമില്ലാതെ ഞങ്ങളോട് പോയി കാത്തിരിക്കും. ഞങ്ങൾ വണ്ടിയിൽ വെള്ളം പിടിച്ചു കൊടുക്കുന്ന കേസിൽ ഞങ്ങൾ അടിക്കാൻ തയ്യാറാണ്. പഞ്ചായത്തിൽ അതിന് ഫണ്ടും വെച്ചിട്ടുണ്ട്, അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് എത്തൂലാത്ത എന്ത് ചെയ്യുന്നുണ്ട്? 24 മണിക്കൂറും പമ്പിംഗ് നടത്തി വടാട്ടുപാറയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. ഇത് കണക്കിലെടുത്ത് സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. GTV ന്യൂസ്, കോതമംഗലം.